ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ചലനാസ് ഇംഗ്ലീഷ് ആപ്പ്. നിത്യജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന സെൻറ്റൻസുകളാണ്. നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? നിനക്കെന്താണ് പറയാനുള്ളത്? നിനക്കെന്താണ് വാങ്ങാനുള്ളത്? തുടങ്ങിയവ. നമുക്ക് സെൻറ്റൻസുകളെ ഒന്ന് നോക്കാം. വാട്ട് ഡു യു വാണ്ട് ടു ബൈ? നിനക്ക് എന്താണ് വാങ്ങേണ്ടത്? വൈ ഡസ് ഷീ വാണ്ട് ടു സെൽ ദ ഹൗസ്? എന്തുകൊണ്ടാണ് അവൾ വീട് വിൽക്കുന്നത്? Where do you want to go? നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? What do they want to write? അവർക്ക് എന്താണ് എഴുതേണ്ടത്? What do they want to say? അവർക്ക് എന്താണ് പറയേണ്ടത്? What does she want to buy? അവൾക്ക് എന്താണ് വാങ്ങിക്കേണ്ടത്? Why do you want to mail him? എന്തിനാണ് നീ അവന് മെയിൽ അയക്കുന്നത്? ഒരാൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പറയാൻ താല്പര്യപ്പെടുന്നു എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ want to പ്ലസ് verb 1 ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു സെൻറ്റൻസ് ആണ് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് എനിക്ക് രാജ്യം വിടേണ്ടി വന്നു. I was obliged by the circumstances to leave the country. ഇത് പാസീവ് വോയിസ് ആണ്. ഇത് തന്നെ നമുക്ക് circumstances obliged me to leave the country എന്ന് പറയാം. circumstances obliged her to marry him. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അവൾക്ക് അവനെ വിവാഹം ചെയ്യേണ്ടി വന്നു. അത് തന്നെ പാസീവ് വോയിസ് പറയുമ്പോൾ she was obliged to marry him എന്ന് പറഞ്ഞാൽ മതിയാവും. കാരണം by the circumstances എന്ന് വ്യംഗ്യമായി പറയുന്നുണ്ട്. പാസീവ് വോയിസ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സെൻറ്റൻസിൽ നിന്ന് ഏജൻ്റ് ആരാണ് അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ ആരാണ് എന്ന് വ്യക്തമാണെങ്കിൽ ബൈ ചേർത്ത് ഏജൻറ്റിനെ സൂചിപ്പിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് സബ്ജക്റ്റ് ദേ, സംവൺ, സംബഡി, പീപ്പിൾ തുടങ്ങിയവ ആണെങ്കിൽ. സർക്കംസ്റ്റാൻസസ് ഒബ്ലൈജ്ഡ് ഹെർ ടു റിസൈൻ ദ ജോബ്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അവൾക്ക് ജോലി രാജിവെക്കേണ്ടി വന്നു. സർക്കംസ്റ്റാൻസസ് ഒബ്ലൈജ്ഡ് ദം ടു ഫ്ലീ ഫ്രം ദ കൺട്രി. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഫ്ലീ എന്ന് പറഞ്ഞാൽ പലായനം ചെയ്യുക. പാസീവിൽ പറയുമ്പോൾ they were obliged to flee from the country. ഈ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് എന്ന് പറയുന്നൊരു കാര്യം ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് എനിക്ക് കള്ളം പറയേണ്ടി വന്നു. സർക്കംസ്റ്റാൻസസ് ഒബ്ലൈജ്ഡ് മീ ടു ടെൽ എ ലൈ, അല്ലെങ്കിൽ ഐ വാസ് ഒബ്ലൈജ്ഡ് ടു ടെൽ എ ലൈ. ഇതുവരെയുള്ള സെൻറ്റൻസുകളെല്ലാം നമ്മൾ പാസ്റ്റ് ടെൻസിലുള്ളതാണ് പറഞ്ഞത്. ഇനി ഏതാനും സെൻറ്റൻസുകൾ പ്രസൻറ്റ് ടെൻസിലുള്ളവ നോക്കാം. Circumstances oblige me to exercise every day. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് എല്ലാ ദിവസവും എനിക്ക് എക്സസൈസ് ചെയ്യേണ്ടി വരുന്നു. ഇത് തന്നെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ I am obliged to exercise every day. ചെറിയൊരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. നേരത്തെയുള്ള സെൻറ്റൻസുകളിൽ അത് was ആയിരുന്നു, ഇപ്പോൾ അത് am ആയി. Circumstance obliges her to get up early in the morning. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അവൾ നേരത്തെ എഴുന്നേൽക്കുന്നു. She is obliged to get up early in the morning. ഇവിടെ she ആയതുകൊണ്ടാണ് പാസീവ് വോയിസിൽ she is എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ സെൻറ്റൻസിൽ ഞാൻ സർക്കംസ്റ്റാൻസ് ആണ് ഉപയോഗിച്ചത്, സർക്കംസ്റ്റാൻസസ് അല്ല. അതുകൊണ്ടാണ് ഒബ്ലൈജസ് എന്ന വെർബ് ഉപയോഗിച്ചത്. സർക്കംസ്റ്റാൻസ് ഒബ്ലൈജസ് ഹെർ. അതേസമയം സർക്കംസ്റ്റാൻസസ് ആയിരുന്നെങ്കിൽ അത് ഒബ്ലൈജ് ആയേനെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.